ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 14 തിരുസഭ നമുക്ക് വചനവിചിന്തനത്തിനായി നൽകുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സ്നേഹത്തെക്കുറിച്ചാണ് ഈ സുവിശേഷം. സുവിശേഷങ്ങളിലെല്ലാം ദൈവസ്നേഹമാണ് നാം കാണുക. യേശുനാഥൻ്റെ പ്രവൃത്തികളുടെയും പ്രബോധനങ്ങളുടെയും എല്ലാം ബാക്ക്ഗ്രൗണ്ട് ദൈവസ്നേഹം തന്നെയാണെങ്കിലും ഇവിടെ വളരെ ഡയറക്റ്റായി സ്നേഹത്തെക്കുറിച്ച് യേശുനാഥൻ നമ്മോട് പറയുന്നു. ഈ ഭാഗത്ത് മാത്രം 12 തവണ സ്നേഹം എന്ന വാക്ക് നാം കാണുന്നുണ്ട്. 12 എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ഇസ്രയേലിൽ 12 ഗോത്രങ്ങളാണ് ഉള്ളത്. പുതിയ ഇസ്രയേൽ യേശുവിൽ രൂപം കൊള്ളുമ്പോൾ അത് യേശുവിൻ്റെ 12 ശിഷ്യരിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി തെറ്റിപ്പോയ ഒരു ശിഷ്യന് പകരം സിഹിയോൻ ശാലയിൽ വെച്ച് 120ഓളം സഹോദരർ ഒന്നിച്ച് ഇരുന്ന് 12-ാമനെ തിരഞ്ഞെടുക്കുന്നതും ശിഷ്യഗണത്തിലേക്ക് അവൻ എണ്ണപ്പെട്ടതും. ഇങ്ങനെ എണ്ണപ്പെടുന്നതിനുള്ള നിബന്ധന ഇന്നത്തെ 1-ാം വായനയിൽ നാം ഇപ്രകാരം ശ്രവിക്കും. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ച കാലം മുഴുവനും നമ്മുടെ കൂടെയുണ്ടായിരുന്നവനായിരിക്കണം. പത്രോസ് ഇങ്ങനെ പറഞ്ഞ് അവർ കുറിയിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുത്തു. ക്രിസ്തു പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായ എല്ലാം അറിയുന്നയാൾ തന്നെയായിരുന്നു മത്തിയാസും. സുവിശേഷത്തിൽ യേശുനാഥൻ ശിഷ്യരെ സ്നേഹിതർ എന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ട് പറയുന്നതും ഇതുതന്നെയാണ്. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഇങ്ങനെ യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം അറിയുന്ന ദൈവപിതാവിനെ അറിയുന്ന മത്തിയാസ് എന്ന സ്നേഹിതൻ തൻ്റെ സ്നേഹിതനായ ക്രിസ്തുവിന് വേണ്ടി അവിടുത്തെ സുവിശേഷത്തെ പ്രതിയുള്ള സ്നേഹത്താൽ രക്തസാക്ഷിത്വം സ്വീകരിച്ചതിൻ്റെ ഓർമ്മ നാം ഇന്ന് അനുസ്മരിക്കുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ അതേപടി അനുസരിച്ച് മത്തിയാസ് ക്രിസ്തുവിൻ്റെ സ്നേഹിതൻ എന്നത് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മുൻപിൽ പ്രാവർത്തികമാക്കി. ക്രിസ്തുവിൻ്റെ സ്നേഹിതനാവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തോട് ചേർന്ന് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നാം അവിടുത്തെ സ്നേഹിതരാകുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർ ചെയ്തു തരാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ തിരക്കുകൾക്കിടയിലും നാം ചെയ്തു കൊടുക്കും എന്ന പോലെ യേശുനാഥൻ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി മാറുമ്പോൾ അവിടുത്തെ കൽപ്പനയും നാം അനുസരിക്കും. ഇത്തരത്തിൽ യേശുനാഥൻ്റെ കൽപ്പനകൾ പാലിച്ച് ലോകജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുക എന്നും തുടർന്ന് സുവിശേഷം പറയുന്നു. എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥയാണ് സന്തോഷമെന്ന നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതുമാണ് ഈ വചനം. സന്തോഷം തേടിയെത്തുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഒരു സ്പൂൺ നിറയെ എണ്ണ നൽകി അതിൽ ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ കാഴ്ചകൾ കണ്ടുവരാൻ പറയുന്ന ഗുരുവിൻ്റെ കഥ നമുക്കറിയാം. ആദ്യ റൗണ്ടിൽ അവന് കാഴ്ചകൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു. 2ാമത്തെ റൗണ്ടിൽ കാഴ്ചകളൊക്കെ കണ്ടു, പക്ഷേ സ്പൂൺ കാലിയായി. ഗുരു അപ്പോൾ പറയും, കയ്യിലുള്ള എണ്ണ കളയാതെ കാഴ്ചകൾ കാണാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുക. അതായത് ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എണ്ണയാകുന്ന നിയമങ്ങളും ഉത്തരവാദിത്വങ്ങളും പാലിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം എന്ന് ചുരുക്കം. ക്രിസ്തുവിൻ്റെ സ്നേഹിതരായ നാം പാലിക്കേണ്ട നിയമം ദൈവസ്നേഹവും പരസ്പര സ്നേഹവുമാണ്. പരസ്പര സ്നേഹത്തിലൂടെ അപരന് വേണ്ടി നമ്മുടെ സമയവും കഴിവുകളും ഉപയോഗിക്കുമ്പോൾ സ്നേഹിതന് വേണ്ടിയുള്ള ജീവാർപ്പണം തന്നെയാണ് നടക്കുക. ഇംഗ്ലീഷ് പാട്ടിലെ വരികൾ പോലെ ആൻഡ് ദേ നോ വി ആർ ക്രിസ്ത്യൻസ് ബൈ അവർ ലവ്. നമ്മുടെ സ്നേഹം കണ്ടിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് അവർ അറിയും. ഇത്തരത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളും സ്നേഹിതരുമായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹിതനായ വിശുദ്ധ മത്തിയാസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.